നോക്കുക, let E be a non-empty convex subset of a normed space X over K. If A belongs to X but A not belongs to E closure, then there are F belongs to X prime and T belongs to R such that real part of F of X less than or equal to T less than real part of F of A for all X belongs to E closure. And second part, if E interior not equal to null set and B belongs to the boundary of E in X, then there is a non-zero F belongs to X prime such that real part of F of X less than or equal to real part of F of B for every X belongs to E closure. Proofilekku po. X ഒരു normed space E1 E2 non-empty disjoint convex subsets of X. രണ്ട് സെറ്റ് ഉണ്ടാവും. Convex ആയിട്ടുള്ള രണ്ടെണ്ണം. First one is open. Then there is a real hyperplane in X which separates E1 and E2. For there is some F belongs to X prime and T belongs to R. We have real part of F of X1 less than T less than equal to real part of F of X2 for every X1 belongs to E1 and X2 belongs to E2. Okay. So എന്തൊക്കെ കൊണ്ടുവരണം ഇവിടെ? രണ്ട് non-empty disjoint convex subsets കൊണ്ടുവരണം. അതിലെ ഒരെണ്ണം ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ ആവുന്ന ശ്രദ്ധിച്ചോണം. അതാണ് ലെസ് സൈഡിൽ കിടക്കുന്നത്, ലെസ് ദാൻ എന്നുള്ള സൈഡിൽ. തന്നിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ എ നോട്ട് ബിലോങ്സ് ടു ഈ ക്ലോഷർ എന്ന് മാത്രമേ ഉള്ളൂ. ഈ വേർ ഈസ് എ non-empty convex subset. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ ഈ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് ഈ ക്ലോഷർ വരുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ആണ് താനും. പക്ഷേ ആ റിയൽ എഫ് ഓഫ് എക്സ് ഇതാണ് ഇവിടെ ലെഫ്റ്റിൽ കിടക്കുന്നത്. നേരത്തെ റിസൾട്ട് ശ്രദ്ധിക്കുക. E1 ഓപ്പൺ ആണ്. അപ്പൊ ആ E1ന്റെ എഫ് ഇമേജുകളുടെ റിയൽ പാർട്ട് ആണ് ലെഫ്റ്റ് സൈഡിൽ ഇൻഇക്വാളിറ്റി, ലെസ് ദാൻ ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റിൽ വരും. നമ്മൾ നോക്കുക, ഈ ക്ലോഷർ ക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം. എ ഈ ക്ലോഷർ ഇല്ല എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈ ക്ലോഷർ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ക്ലോഷർ എലമെന്റ് പ്രത്യേകത എന്താ? ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു റിയൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു റിയൽ എഫ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞാൽ വരണ്ടേ. അതിന് നമുക്ക് E1 E2 നമ്മുടെ തിയറത്തിൽ E1 E2 കിട്ടുമ്പോ E1 E2 രണ്ട് സെറ്റുകൾ കിട്ടണം. രണ്ടും നോൺ-empty കോൺവെക്സ് സെറ്റുകൾ ആയിരിക്കണം. അതിലെ ഒരെണ്ണം ഓപ്പൺ ആയിരിക്കണം. ഈ ഓപ്പണിലേക്ക് ഇനി ഈ ക്ലോഷർ എന്തായാലും ക്ലോസ്ഡാ. അപ്പോ ഇനി ഓപ്പൺ ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതൊക്കെ എ ഉൾപ്പെടുത്തി കൊണ്ടുപോകാം. കാരണം എയും ഈ ക്ലോഷറും തമ്മിലാണല്ലോ വേർതിരിക്കേണ്ടത് എഫ് വഴി. ഇല്ലാത്തത് ഓപ്പൺ കോൺവെക്സ് സെറ്റ് ആണ്. നമുക്കറിയാം ഈ കോൺവെക്സ് ആണെങ്കിൽ ഈ ക്ലോഷറും കോൺവെക്സ് ആണ്. കൊണ്ടേണ്ടത് E1 E2 വരണം. അത് രണ്ടും കോൺവെക്സ് ആയിരിക്കണം. അതിൽ ഒരെണ്ണം ഓപ്പൺ ആയിരിക്കണം. ഈ ക്ലോഷർ ക്ലോസ്ഡ് ആയതുകൊണ്ട് അത് മാറി. ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് ഓപ്പൺ ആയിട്ട് കൊണ്ടുവന്നാൽ കൊള്ളാം, ഓപ്പൺ കോൺവെക്സ്. ദെൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ലോഷർ ക്ലോസ്ഡ് ആണ്, എ ഈ ക്ലോഷറിൽ ഇല്ല. ഈ ക്ലോഷറിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കറിയാം set of all x in X such that each neighborhood of X intersects with E. A ഈ ക്ലോഷർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ എക്സിന്റെ ഏതോ ഒരു നൈബർഹുഡ് ഈയുമായി ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് വരും. therefore പറയാം there is some t ഞാൻ എടുക്കുന്നു. greater than 0 such that UAR intersect UAT എന്നാകും. ഞാൻ ഇവിടെ ആക്കാം UAT, ഇവിടെ t greater than set. അതിൽ നിന്ന് ടി കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതിന് താഴെയുള്ള ഒരു റിയൽ നമ്പർ എടുത്തു വെച്ച് വീണ്ടും നമ്മൾ അതിന്റെ അകത്തൊരു ഓപ്പൺ ബാൾ കൺസിഡർ ചെയ്താൽ അത് തീർച്ചയായിട്ടും ഈയുടെ ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കൃത്യമായി ഞാൻ നേരത്തെ ഇവിടെ E1 E2 എഴുതിയിട്ടുണ്ട്. അതിൽ E1 E2 E1 ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ E2 ഈ ക്ലോഷർ ആയിട്ട് എടുക്കണം. UAR ഇന്റർസെക്ഷൻ ഈ ക്ലോഷർ ഇസ് ഈക്വൽ നൾ സെറ്റിൽ UARനെ E1 എന്ന് വിളിക്കുക, ഈ ക്ലോഷറിനെ E2 എന്ന് വിളിക്കുക. പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഓപ്പൺ ബാളുകളെല്ലാം കോൺവെക്സ് ആണ്. ഇതൊക്കെ നൗ UAR ഈസ് ആൻ ഓപ്പൺ non-empty, എ അതിനകത്തുണ്ട്, non-empty കോൺവെക്സ് സെറ്റ് ആണ്. അപ്പോൾ E1 ഓപ്പൺ non-empty കോൺവെക്സ് സെറ്റ് ആയി. E2 ഒരു non-empty കോൺവെക്സ് സെറ്റുമാണ്. രണ്ടും കോൺവെക്സ് സെറ്റ് ആണ്. അതിൽ ഒരെണ്ണം ഓപ്പൺ. തിയറം 7.5 there is some G belongs to X prime. ഇവിടെ G എഴുതും. നമ്മൾ വേണ്ടുന്ന പക്ഷേ F ആണ്. വീണ്ടും കണ്ടോ, ആൻഡ് T എന്നും പറയുന്നില്ല. S belongs to R such that ഇങ്ങനെ ഉണ്ടാകും. That is real part of G of any element in E1 is strictly less than S less than or equal to real part of G of X for every X belongs to E closure. ഈ ഇനിക്വാളിറ്റി തിരിക്കണം. ഈ ഇനിക്വാളിറ്റി തിരിക്കാൻ മൈനസ് ഉപയോഗിച്ചാൽ മതി. That F is equal to minus.
തീർച്ചയായിട്ടും എഫ് അതിന് കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആണ്. മൈനസ് ഒരു സ്കെയിലർ കൊണ്ട് ഗുണിച്ചതുകൊണ്ട് കണ്ടിന്യൂസ് ലീനിയാരിറ്റിക്ക് മാറ്റം വരത്തില്ല. ഇവിടെ ജിയെ -1 കൊണ്ട് ഗുണിച്ചെന്നേ ഉള്ളൂ. Therefore, f is still a continuous linear functional, that is minus g, and t a minus s എന്ന് എടുക്കുക. അപ്പൊ എങ്ങനെ മാറും നോക്കുക. ഇത് റിയൽ പാർട്ട് ഓഫ് g of a less than s less than equal to റിയൽ പാർട്ട് ഓഫ് g of x റീപ്ലേസ്മെന്റില് റിയൽ പാർട്ട് ഓഫ് മൈനസ് f of a മാത്രം മതി. s നെ മൈനസ് ടി എന്ന് വിളിച്ചു. ഈക്വൽ ടു മൈനസ് എസ് മീൻസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ടി. അപ്പൊ ഇത് ഇങ്ങനെ ഡയറക്ട്ലി ഇത് ഇംപ്ലൈ ചെയ്ത് കിടക്കും. ഇനി നമുക്ക് അതിനെ എഫ് ആക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. മൈനസ് എഫ് ഓഫ് എ ഈസ് minus of real part of minus f of a is minus of real part of f of a. Therefore, this implies minus of real part of f of a less than minus t less than or equal to minus real part of f of x for every x belongs to E closure. Then multiplying with the negative or -1, we get real part of f of x less than or equal to t less than real part of f of a for every x belongs to E closure. B എന്ന് നോക്കിയാൽ എങ്ങനെ കിട്ടും? If E interior not equal to null set and B belongs to the boundary of E, result നോക്കിയാൽ മതി. ഇവിടെ real part of f of x less than or equal to real part of f of B for every x belongs to E closure എന്ന്. ഇവിടെ നേരിട്ട് തന്നെ നമ്മൾ വീണ്ടും 7.5 ഉപയോഗിച്ച് ചെയ്യുന്നു. E1 E interior എന്ന് വിളിച്ചു. വളരെ എളുപ്പത്തിൽ കിട്ടി. E കോൺവെക്സ് ആയതുകൊണ്ട് E interior കോൺവെക്സ് ആണ്. E interior ഓപ്പൺ ആണെന്ന് നമുക്കറിയാം. ആ നോൺ എംറ്റി ഇവിടെ തന്നിട്ട്, അപ്പൊ അത് നോൺ എംറ്റി ഓപ്പൺ കോൺവെക്സ് സെറ്റ് ആണ്. കുഴപ്പം എങ്ങനെ എടുക്കാം? സെറ്റ് ബി സിംഗിൾട്ടൺ സെറ്റ് പറയുമ്പോൾ കോൺവെക്സാ, കാരണം ഒറ്റ പോയിന്റേ ഉള്ളൂ. ജോയിൻ ചെയ്താൽ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു, അതിപ്പോ ഒരു പോയിന്റേ ഉള്ളൂ അവിടെ. അപ്പൊ E1 ഈക്വൽ ടു E ഇന്റീരിയർ ആൻഡ് E2 ഈക്വൽ ടു സെറ്റ് ബി. അപ്പൊ E1 ഇന്റർസെക്ഷൻ E2 നൾ സെറ്റ് ആണ്. എന്തുകൊണ്ട് E1 ഇന്റർസെക്ഷൻ E2 നൾ സെറ്റ് ആണ്? B ബിലോങ്സ് ടു ദ ബൗണ്ടറി ഓഫ് E. ബൗണ്ടറി ഓഫ് E എന്ന് പറയുമ്പോൾ E ഇന്റീരിയറിൽ ഇല്ല, അതുകൊണ്ട് അത് സിംഗിൾട്ടൺ സെറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം E1 ഇന്റർസെക്ഷൻ E2 is equal to null set. Now E1 and E2 are non-empty disjoint convex subsets of X in which E1 is open in X. Hence by theorem 7.5 there is some F belongs to X prime and T belongs to R such that real part of F of X less than T less than or equal to real part of F of B for every element പറഞ്ഞുകൊണ്ട് രണ്ടാം സെറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. റിയൽ F of B മതി for every X belongs to E interior. നമുക്ക് എന്താ വേണ്ടി? റിയൽ F of X less than or equal to real part of F of B for every x belongs to E closure. ഇവിടെ വന്ന ആ രീതി ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തു പോയത് for every x belongs to E interior. ഈ ക്ലോഷറിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ലെസ് ദാൻ ടി മാറ്റാൻ പറ്റും. നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്തുകൊണ്ടാണ് f നോട്ട് ഈക്വൽ ടു 0? റിയൽ f of x strictly less than t less than or equal to real part of f of b. Hence f not equal to 0 and പിന്നെ ഐഡിയ ഉപയോഗിച്ചാൽ മതി. ഈ ഇന്റീരിയറിലെ എലമെന്റ്സിന് റിയൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ. അപ്പൊ ഈ ക്ലോഷറിലേക്ക് കടന്നാലോ മേ ബി ഈക്വൽ റിയൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് ബി ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ഈ ഇന്റീരിയർ ക്ലോഷർ, കാരണം ബൗണ്ടറിയും കൂടെ വന്നു. ഓക്കെ, ബട്ട് വി ഹാവ് by 5.6b again, if E interior not equal to null set, then E interior closure equal to E closure. തീർന്നു. X belongs to E interior closure എന്ന് പറയുന്നിടത്ത് X belongs to E closure by 5.6b. ഇതേ ഉള്ള റിസൾട്ട്. അപ്പം